ഇന്ന് ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ ഡേയുടെ വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരുന്നുള്ളത്. നീലയമരി ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത്. പല ആൾക്കാർക്കും നീലയമരി അലർജി ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. പക്ഷേ നീലയമരി അലർജി ഇല്ലാത്തവർക്ക് നീലയമരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അലർജി ഉള്ളവർക്ക് ചിലവർക്ക് നെറ്റിയിൽ ഇങ്ങനെ കറുപ്പ് വരാറുണ്ട്. പക്ഷേ ആ കറുപ്പ് വരാതിരിക്കാനുള്ള ഒരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞു തരാം. അതിനൊരു ടിപ്പുണ്ട്. ഞാനെപ്പോഴും ഹെയർ ഡേ ചെയ്യുമ്പോൾ അതുപോലെ ഇട്ടിട്ടാണ് ഏത് പാക്ക് ഇടാറ്. നമ്മൾ ഏത് പാക്ക് ഹെന്ന ആയിക്കോട്ടെ നീലയമരി ആയിക്കോട്ടെ എന്ത് ഹെയർ പാക്ക് ഇടുമ്പോഴും നമ്മൾ അത് ആദ്യം അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിലാണ് നമ്മുടെ മുഖത്തൊക്കെ ആ കറുപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ശരിക്കും ഫോളോ ചെയ്താൽ നമ്മുടെ മുഖത്ത് ഒരിക്കലും കറുപ്പ് കളർ വരില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബീട്രൂട്ടാണ്. ഈ ബീട്രൂട്ട് ഞാൻ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ആഴ്ച കൂടുമ്പോഴാണ് മുടിയിൽ പാക്ക് ഇടാറുള്ളത്. കാരണം നമ്മൾ നിർബന്ധപൂർവ്വം അതിട്ടിരിക്കണം. അപ്പോഴാണ് നമ്മളെ മുടി അധികം നര വരാതിരിക്കുന്നത് കേട്ടോ. അപ്പം ചിലവർ എവിടെയും പോകാനില്ല എന്ന് വിചാരിച്ച് പാക്ക് ഇടാതിരിക്കും. അങ്ങനെ ആവരുത് ഒരിക്കൽ നമ്മൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 നെല്ലിക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കറ്റാർവാഴയാണ്. കറ്റാർവാഴ കൂടി ചേർത്ത് കൊടുക്കാം. കറ്റാർവാഴ ഇത് മുടി കറുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ഇത് നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്നില്ല. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോഫി ഡിക്കോഷനാണ്. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെസ്കഫയാണ് കേട്ടോ. അത് തന്നെ എടുക്കണം. നാടൻ കാപ്പിപ്പൊടി ഒരിക്കലും എടുക്കരുത്. അത് പൊടിയായി തന്നെ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഞാനിത് കുറച്ചും കൂടി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒന്ന് തിളപ്പിച്ചെടുത്ത് അതും കൂടി ചേർത്ത് അരച്ചെടുത്തത്. ഇപ്പോൾ അരച്ചെടുത്തത് ഞാനിതാ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. നമ്മൾ എത്ര സ്പൂണാണോ ഈ ബീട്രൂട്ട് മിക്സ് എടുത്തിട്ടില്ല അത്രയും തന്നെ ഹെന്ന പൗഡറും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കോഫി ഡിക്കോഷൻ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ നമുക്ക് ആ ഡിക്കോഷൻ ഉണ്ടാക്കി ചെയ്യുമ്പോൾ നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിക്കോഷൻ ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഈ സമയത്ത് മിക്സ് ചെയ്യുന്ന വെള്ളം കുറവും തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ കുറച്ച് കോഫി ഡിക്കോഷൻ മാറ്റി വെച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇത്രയും ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് മുടിയിൽ പിന്നെ അപ്ലൈ ചെയ്യുമ്പം ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. മുമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കണം. നമ്മൾ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ മുഴുവനായും തന്നെ ഇതുപോലെ പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് പിറ്റേ ദിവസമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് നന്നായി തന്നെ നല്ല കറുപ്പ് കളറ് വരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഹെന്ന പൗഡർ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഞാൻ ഇതിൽ വേണമെങ്കിൽ അത് ടാഗ് ചെയ്ത് കൊടുക്കാം. ഞാനിത് വീട്ടിൽ പൊടിച്ച ഹെന്ന പൗഡറാണ്. പക്ഷേ ഞാൻ അതില്ലാത്ത സമയത്ത് വാങ്ങിക്കുന്ന പൗഡറിൻ്റെത് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല പൗഡർ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. എന്നാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നന്നായി തന്നെ കറുപ്പ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി തന്നെ കറുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകം പറയാം, ഞാൻ ഹെന്ന പൗഡർ വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനേക്കാളും നിങ്ങളുടെ വീടിനടുത്ത് ആരെങ്കിലും ഇതുപോലെ പൊടിച്ച് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എന്തായാലും പൊടിക്കുമ്പം നമ്മൾ വേറൊന്നും കൃത്രിമമൊന്നും ചേർക്കുന്നില്ല. പിന്നെ വാങ്ങിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് അട്ടർ ആയുർവേദേൻ്റെതാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലില്ലെങ്കിൽ അതാണ് വാങ്ങിക്കാറ്. ഇപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ ഷാമ്പു ചെയ്ത് തീരെ ഓയിലില്ലാതെയാണ് ഈ മുടിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എനിക്ക് 3 ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെയാണ് നര ഉണ്ടാകുന്നത് കേട്ടോ. ഇതിലും കൂടുതൽ നര എനിക്കുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഞാൻ ഒരു 2 വർഷം മുന്നെയൊക്കെ കെമിക്കൽ ഡൈ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറഞ്ഞു. നമുക്ക് നന്നായി തന്നെ നര കുറയുന്നതാണ് കേട്ടോ സ്ഥിരമായിട്ട് ചെയ്യുമ്പം. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുന്നതും വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഒരേ പാക്ക് ഇടുന്നതല്ല കേട്ടോ നല്ലത്. നമ്മൾ ഓരോ പ്രാവശ്യവും മാറി മാറി ചെയ്യുന്നത് തന്നെയാണ് നമ്മളെ മുടിക്ക് നല്ലത്. അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടിയിൽ എങ്ങനെയാണോ എനിക്ക് റിസൾട്ട് കിട്ടുന്നത് അതേ റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും കേട്ടോ. ഞാൻ ഇനി ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുപോലെ കൈവച്ച് തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു പ്രാവശ്യം ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ പോരാ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതും കൂടി ഞാൻ പറഞ്ഞു തരാം. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ടില്ല ആ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ
ഏത് പാക്ക് ഇടുന്നതിന് മുന്നേയും, ഇപ്പോൾ ഹെന്ന പാക്ക് ആയിക്കോട്ടെ, നീലയമരി പാക്ക് ആയിക്കോട്ടെ, ഏത് പാക്ക് ഇടുന്നതിന് മുന്നേയും നമ്മുടെ നെറ്റിയിൽ, അതായത് ആ മുടിയുടെ അറ്റത്ത് ആ സൈഡിൽ മുഴുവനും, നെറ്റി മുഴുവനായി തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിൽ ആ കറുപ്പ് കളറ് കാലക്രമേണ വരും കേട്ടോ. അതെല്ലാവർക്കും വരണമെന്നില്ല, എന്നാലും അധിക പേർക്കും വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതവിടെ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുണ്ടാവുമല്ലോ, വെളിച്ചെണ്ണയോ ഏതായാലും ഒന്നുമില്ല, അത് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇത് താഴത്തേക്ക് ഇറങ്ങിയാലും നമ്മൾ നെറ്റിയിൽ അങ്ങനെ പിടിച്ച് നിൽക്കില്ല കേട്ടോ. അത് കുറേ പ്രാവശ്യം അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ നെറ്റിയിൽ ആ ഒരു കറുപ്പ് കളർ വരുന്നത്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഹെന്ന ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടും ഇത്രയും തന്നെ ഡ്രൈ ആയിട്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ. അല്ലെങ്കിൽ നെറ്റിയിലേക്ക് നമുക്ക് ഒലിച്ചിറങ്ങും. പിന്നെ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി ഞാനിത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇടുന്നുണ്ട്. നെറ്റിയിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ മാത്രമല്ല, ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെന്ന മിക്സ് പെട്ടെന്ന് ഡ്രൈ ആവില്ല. ചിലവരുണ്ട് ഇതിട്ട് ഉടനെ ഫാൻ്റെ അടിയിൽ നിന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കും, അതിന് ശേഷം കുളിക്കും. അതൊരിക്കലും നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. ഇത് ഉണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, അത് കണ്ടോ, ഇതേപോലെ തന്നെ ഉണ്ട്, നല്ല നനവോട് കൂടി തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി നിങ്ങൾക്ക് കാണിക്കാം. കുളിക്കുന്ന സമയത്ത് ഒരിക്കലും ഷാമ്പു ഉപയോഗിക്കാതെയാണ് നമ്മൾ കുളിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ താളി ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. നന്നായി തന്നെ കറുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചെറുതായിട്ട് അവിടെ ഒരു ഓറഞ്ച് റെഡിഷ് കളർ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ശരിക്കും ചീകി കാണിച്ചു തരാം. ഇങ്ങനെ ചീക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നല്ല ബ്ലാക്കാണ്. പക്ഷേ നമ്മൾ മുടി പാർട്ടീഷൻ എടുക്കുമ്പോൾ നമുക്ക് ആ സൈഡ് നമ്മുടെ മിഡിൽ ഭാഗത്തൊക്കെ ഇതാ കുറച്ച് ഓറഞ്ച് റെഡ് കളറുണ്ട്. പക്ഷേ ഇത് തന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ അങ്ങനെയൊന്നും കാണില്ല കേട്ടോ. ഉണങ്ങിയതിന് ശേഷമില്ല വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ അധികം അങ്ങനെയില്ല. പക്ഷേ എനിക്ക് ഈ കളർ ഇഷ്ടമാണ്. ചിലവർക്ക് ഈ റെഡ് കളർ അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഒന്നും കൂടി നമ്മൾ ഇതിൻ്റെ മേലെ നമ്മുടെ ആ പാക്ക് ഉണ്ടല്ലോ, അത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. എനിക്കിത് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരു ബർഗണ്ടി കളർ. അപ്പം ഞാൻ അധികം ഇടാറില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അത് അധിക സമയമൊന്നും വെക്കണമെന്നില്ല, ഒരു അരമണിക്കൂർ സമയം ഇട്ട് നമുക്ക് കുളിക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് ഈ കളർ കാണാൻ. ഞാൻ ഈ കുറച്ച് റെഡ് കളറിൽ ഭാഗത്ത് മാത്രം കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് കുളി കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. ഇപ്പോൾ ഇത് നന്നായി തന്നെ കറുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ഈ റിസൾട്ട് കിട്ടുന്നുണ്ട്, കാരണം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഹെന്ന പാക്കും ഇതൊക്കെ ചെയ്യുന്നവർക്ക് എൻ്റെ ഇതേ റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അല്ലാതെ വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുമ്പോൾ അത്ര റിസൾട്ട് കിട്ടണമെന്നില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.